അസ്സലാമു അലൈക്കും. അമാനി മൗലവി തഫ്സീർ വായന ഭാഗം 23. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അല്പം ദീർഘമായ ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഏതെങ്കിലും ഒരു ജനത അള്ളാഹുവിൻ്റെ വീടുകളിൽപ്പെട്ട ഒരു വീട്ടിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുകയും അവർ അന്യോന്യം അത് പഠിക്കുകയും ചെയ്യുന്ന പക്ഷം അവരിൽ ശാന്തി ഇറങ്ങുകയും കാരുണ്യം അവരെ ആവരണം ചെയ്യുകയും മലക്കുകൾ അവരെ വലയം ചെയ്യുകയും അള്ളാഹുവിങ്കലുള്ളവരുടെ മലക്കുകളുടെ മധ്യേ അവരെപ്പറ്റി അവൻ പ്രസ്താവിക്കുകയും ചെയ്യാതിരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിരിക്കുന്നു: നിങ്ങളുടെ വീടുകൾ ഖബർസ്ഥാനങ്ങളാക്കരുത്. നിശ്ചയമായും സൂറത്തുൽ ബഖറ ഓതപ്പെടാറുള്ള വീട്ടിൽ നിന്ന് പിശാച് വിളറിയെടുത്ത് പോകുന്നതാകുന്നു. ഖബർസ്ഥാനങ്ങളാക്കുക എന്ന് വെച്ചാൽ ഖബർസ്ഥാനങ്ങളെപ്പോലെ മൂകങ്ങളാക്കുക എന്നു സാരം. ഈ ഹദീസിൽ നിന്നു സൂറത്തുൽ ബഖറയുടെ പ്രാധാന്യം മനസ്സിലാക്കാം. ഇസ്ലാമിലെ അനേകം നിയമങ്ങളും തത്വങ്ങളും വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ദീർഘമായ സൂറത്താണത്. മറ്റു ചില സൂറത്തുകളെക്കുറിച്ചും ചില ഹദീസുകൾ കാണാം. ദൈർഘ്യം ഭയന്നു ഉദ്ധരിക്കുന്നില്ല. സന്ദർഭോചിതം ചിലതെല്ലാം വഴിയെ നമുക്ക് വായിക്കാം ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു: ഖുർആൻ്റെ ആളോട് പറയപ്പെടും, നീ ഓതുക, കയറിപ്പോകുക. ഇഹത്തിൽ വെച്ച് നീ എപ്രകാരം സാവകാശത്തിൽ നന്നാക്കി ഓതിയിരുന്നുവോ അപ്രകാരം സാവകാശത്തിൽ ഓതിക്കൊള്ളുക. നീ ഓതുന്ന അവസാനത്തെ ആയത്തിങ്കൽ വെച്ചായിരിക്കും നിന്റെ താവളം. അതായത് ഇഹത്തിൽ വെച്ച് ഓതിയിരുന്ന പോലെ സാവകാശത്തിൽ നന്നാക്കിക്കൊണ്ടുള്ള ഓത്ത് എത്ര ദീർഘിച്ചു പോകുന്നുവോ അതനുസരിച്ച് സ്വർഗത്തിൽ ഉന്നത പദവികൾ അവർക്ക് ലഭിക്കുമെന്ന് സാരം. ഖുർആൻ നന്നാക്കി ഓതുവാനും കഴിയുന്നത്ര മനഃപ്പാഠമാക്കുവാനുമുള്ള പ്രോത്സാഹനമാണ് ഈ ഹദീസിൽ ഉള്ളത്.